ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 3 പേരും കൂടി സഡനായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോയിട്ടുള്ള ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പ്രഭുവിൻ്റെ ഒരുപാട് കാലത്തൊരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഹേയ് സ്ലോ ഡൗൺ യുവർ കാർ, ബ്രയാൻ ജൂനിയർ ഈസ് ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചുരമൊക്കെ കയറി നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, വയനാട്ടിലേക്കാണ്. പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ലീവില്ല, നമുക്ക് ഇന്ന് എന്തായാലും പോകാൻ പറ്റില്ല, പിന്നെ ഒരു സാക്കാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മാറ്റിക്കോ പോവാന്ന് പറഞ്ഞിട്ട് ഞാനും ചുമ്മാ എടുത്ത് വണ്ടിയിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മേനോട് അച്ഛനോടൊക്കെ പറഞ്ഞു ഞങ്ങൾ പോകുന്നുണ്ട്, പക്ഷേ എത്ര ദൂരം പോവും എവിടെ വരെ എത്തുമെന്ന് അറിയില്ല, കാരണം വയനാട്ടിലേക്കാണ് പോകുന്നത്. പക്ഷേ അത്ര മീൻസ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മോനെയും കൊണ്ട് പോകുന്നതുകൊണ്ട് അത്രയും ദൂരം കവർ ചെയ്യുമോ ചുരം കയറുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുരം കയറിയപ്പോൾ കുറച്ച് ലിപ്സാണ് സ്മൂത്തായിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഐ മീൻ ബ്ലോക്ക് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ രാവിലെ എടുത്ത ക്ലിപ്പാണ്. നോർമലി നമ്മൾ പോകുമ്പോൾ ഇവിടെയാണ് നിൽക്കാറ്. അങ്ങനെ നമ്മൾ രാവിലെ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്യുകയാണ് ഒരു 6 മണിക്കൊക്കെ എണീച്ചിട്ട് എവിടെ പോകും എന്നുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞു നമുക്കിന്ന് ഗുണ്ടൽപേട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഗുണ്ടൽപേട്ടേക്കുള്ള യാത്ര തുടങ്ങി കേട്ടോ. ഗുണ്ടൽപേട്ട് എത്തിയപ്പം നോർമലി നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ സൂര്യകാന്തി ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഞങ്ങളൊന്ന് ടെൻഷനായി, ഇതൊന്നും ഇല്ലേ, വന്നത് വെറുതെ ആയിരുന്നു. പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ കുറച്ച് കൃഷികളൊക്കെ കണ്ടു. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ നിർത്തിയിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു കേട്ടോ. 20 റുപ്പീസാണ് പെർ ഹെഡ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ മൂഡ് നോക്കണ്ട, പക്ഷേ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മുടെ കൂടെ ഇങ്ങനെ ചില്ല് ചെയ്ത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയായിട്ട് കുറച്ച് ക്ലിപ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 3 പേരും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കൂടുതലും പ്രഭുവിൻ്റെ കൂടെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് അതിനുള്ള സമയം ഇപ്പോൾ കിട്ടാറില്ല, കാരണം നമ്മുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് നമുക്കങ്ങനെ ടൈം കിട്ടാറില്ല. മീൻസ് 3 പേർക്കും കൂടെ ഉള്ള ടൈം കിട്ടാറില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ടൈം യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതലും ടൈമും കാര്യങ്ങളൊക്കെ 3 പേർക്കും കൂടെ ഒരുമിച്ച് കിട്ടാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ യാത്ര ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ യാത്ര. ഓൾറെഡി നമ്മൾ വയനാടേക്ക് പോയിട്ടുണ്ട് 3 പേരും കൂടി മുന്നേ, പക്ഷേ ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ. നമ്മളൊരു 9 മണി സമയത്തൊക്കെയാണ് കേട്ടോ അവിടെ എത്തുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യുക നമ്മളൊട്ടും പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് ഫുൾ കൺഫ്യൂഷനായിരുന്നു, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയി. വീട്ടിൽ വിളിച്ചു, നമ്മൾ നേരെ മൈസൂർക്ക് വിടുകയാണ്, നമുക്ക് കുറച്ച് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ക്യാഷൊക്കെ അറേഞ്ച് ചെയ്തൊന്ന് അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് കളക്ഷൻസൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ചിങ്ങോട്ടേക്ക് ഈവനിങ് ആയപ്പോഴേക്കും വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ക്ലിപ്സ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് നമുക്ക് കുഞ്ഞൂസും കൂടെ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ക്ലിപ്സൊക്കെ എടുക്കുന്നത് വളരെ കുറച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പരിധി വരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാണ്ട് നമുക്ക് അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഓരോ ഡേ ബൈ ഡേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാ സ്ത്രീകളും ഇതുപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്